ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് ആണ്. ഓക്കെ, മുന്നേ പഠിച്ചിട്ടുണ്ടാവും പ്ലസ് ടുവിലും ഇതിലൊക്കെ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന്. അപ്പോൾ വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദെയർ പ്രോഫിറ്റ്സ് ഓഫ് ബിസിനസ്. അതായത് എന്താണ്? ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, അതായത് 2 or more, രണ്ടോ അതിലധികമോ പേഴ്സൺസിൻ്റെ അസോസിയേഷൻ, ഒത്തുചേരലാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. എന്തിനാ? ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ്സ്. അവരുടെ പ്രോഫിറ്റ് ആയാലും ബിസിനസ്സിൽ എന്താണോ ഉള്ളത്, ലാഭമായാലും നഷ്ടമായാലും അത് ഒരുമിച്ച് ഷെയർ ചെയ്യാം എന്നുള്ള ഒരു അഗ്രിമെൻറ്റിൻ്റെ ബേസിൽ രണ്ടോ അതിലധികമോ ആൾക്കാർ പേഴ്സൺസ് അസോസിയേറ്റ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് ഡെഫിനിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്? Section 4 of Indian Partnership has Act defined partnership as ഡെഫിനേഷൻ ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ പഠിച്ചിട്ട് എഴുതുക കേട്ടോ. എന്താണ് പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനേഷൻ? പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ 2 or more persons who have agreed to share the profits of business carried on by all or any of them acting for all. ഓക്കെ, അതാണ് അതിൻ്റെ ഡെഫിനേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ട്ണർഷിപ്സ് എന്തൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക്സ്: ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ ഓഫ് 2 or more persons. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡെഫിനേഷനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. എന്താണ്? അസോസിയേഷൻ ഓഫ് 2 or more persons. ദെൻ ഇറ്റ് മസ്റ്റ് അറൈസ് ഔട്ട് ഓഫ് എൻ അഗ്രിമെൻറ്റ്. ഒരു അഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുക. ദ അഗ്രിമെൻറ്റ് മസ്റ്റ് ബി ക്യാരി ഓൺ എ ബിസിനസ്. ഓക്കെ, അഗ്രിമെൻറ്റ് ബിസിനസ്സിൻ്റെ രീതിക്കാണ് അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. ദെൻ ദ അഗ്രിമെൻറ്റ് മസ്റ്റ് ബി ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ബിസിനസ്. ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാം എന്നുള്ള അഗ്രിമെൻറ്റ് ഉണ്ടാവാം. ദെൻ ദ ബിസിനസ് മസ്റ്റ് ബി ക്യാരിങ് ഓൺ ബൈ ഓൾ ഓർ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അതായത് എല്ലാവർക്കും വേണ്ടിയിട്ടായിരിക്കണം ആ പാർട്ട്ണർഷിപ്പിൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളതിനടുത്തത് നോക്കുന്നത് പാർട്ട്ണർഷിപ്പ് ആൻഡ് കോ ഓണർഷിപ്പ്. പാർട്ട്ണർഷിപ്പും കോ ഓണർഷിപ്പും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് എന്താണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പാർട്ട്ണർഷിപ്പും അതേപോലെ കോ ഓണർഷിപ്പ് അല്ല കേട്ടോ, കോ ഓണർഷിപ്പാണ്. കോ ഓണർഷിപ്പും തമ്മിലുള്ള അതിൻ്റെ ഡിഫറൻസ് നോക്കാം. അതായത് കോ ഓണർഷിപ്പ് ഈസ് നോട്ട് നെസസറിലി ബട്ട് ദ റിസൾട്ട് ഓഫ് എൻ അഗ്രിമെൻറ്റ് ബട്ട് പാർട്ട്ണർഷിപ്പ് ഈസ്. അതായത് കോ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്രിമെൻറ്റിൻ്റെ ബേസ് ആവണമെന്നൊരു നെസസറി അല്ല, പക്ഷേ പാർട്ട്ണർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ എൻ അഗ്രിമെൻ്റ് ആയിരിക്കും. ദെൻ കോ ഓണർഷിപ്പ് ഡസ് നോട്ട് നെസസറിലി ഇൻവോൾവ് പ്രോഫിറ്റ് ഓർ ലോസ് ബട്ട് പാർട്ട്ണർഷിപ്പ് ഇറ്റ്സ് ഡസ്. അതായത് കോ ഓണർഷിപ്പിൽ പ്രോഫിറ്റോ ലോസോ എന്നുള്ളത് എന്താ പറയുക ഇൻവോൾവ് ചെയ്യുന്ന കാര്യമല്ല. അതിൽ കോ ഓണർഷിപ്പിൽ ലാഭമാണോ ഉണ്ടായത് നഷ്ടമാണോ എന്നുള്ളത് പ്രസക്തമല്ല. ബട്ട് പാർട്ട്ണർഷിപ്പിൽ അങ്ങനെയല്ല. പാർട്ട്ണർഷിപ്പിൽ ഷെയറിങ് ടു അഗ്രി പ്രോഫിറ്റ് ഓർ ലോസ് എന്നാണ്. ദെൻ കോ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ അതേഴ്സ് ട്രാൻസ്ഫർ ഹിസ് ഇൻട്രസ്റ്റ് ടു ദ സ്ട്രേഞ്ചർ. അതായത് കോ ഓണർഷിപ്പിൽ സ്ട്രേഞ്ചർക്ക് എന്താ പറയുക ഇൻട്രസ്റ്റോ അതിൻ്റെ കാര്യങ്ങളോ ഷെയർ ചെയ്യാമെന്നുള്ളത് ബാക്കി പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് ആവശ്യമില്ല. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ അങ്ങനെയല്ല. ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്തായാലും ശരി എന്താണ് ബാക്കി പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അവരെ കൺസെൻറ്റും അവരെ അഗ്രിമെൻറ്റിൻ്റെ ബേസിലായിരിക്കും നമ്മൾ പാർട്ട്ണർഷിപ്പിൽ ഡീലിങ്സ് ചെയ്യുക. ദെൻ കോ ഓണർ ഈസ് നോട്ട് എൻ ഏജൻറ്റ് ബട്ട് ഓഫ് ദ ഓണേഴ്സ് ബട്ട് പാർട്ട്ണർ ഈസ്. അതായത് കോ ഓണർഷിപ്പിൽ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഏജൻ്റ് ആയിരിക്കില്ല, പക്ഷേ പാർട്ട്ണർഷിപ്പിൽ അങ്ങനെയല്ല, തിരിച്ചായിരിക്കും. അതേപോലെ തന്നെ എന്താണ്? കോ ഓണർഷിപ്പ് ഡസ് നോട്ട് നെസസറിലി എക്സിസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഗെയിൻ ബട്ട് പാർട്ട്ണർഷിപ്പ് എക്സിസ്റ്റ് ഫോർ നോ അതർ പർപ്പസ്. അതായത് ഒരു ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു രീതിക്കായിരിക്കില്ല കോ ഓണർഷിപ്പിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. പക്ഷെ പാർട്ട്ണർഷിപ്പ് എപ്പോഴും എങ്ങനെയായിരിക്കും? എന്തായാലും ലാഭം നഷ്ടം ഉണ്ടായിരിക്കാം, പക്ഷേ എന്തായാലും മെയിനായിട്ട് അവരുടെ മോട്ടീവ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. ഓക്കെ, ബിസിനസ്സിൽ. അപ്പോൾ അത്രയും ഡിഫറൻസസ് ആണ് കോ ഓണർഷിപ്പും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ളത്. Then partnership and joint into family.
അങ്ങനെ ഒരു സാധനമുണ്ട്. പാർട്ട്ണർഷിപ്പും ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഈസ് എ അസോസിയേഷൻ ഓഫ് 2 or more പേഴ്സൺസ്. ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതായത് നമുക്ക് തലമുറകളായിട്ട് ഒരു ഹിന്ദു ഫാമിലിയിൽ അവർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ബിസിനസ് ഉണ്ടാവും. അത് തലമുറകളായിട്ട് കൈമാറി കിട്ടുന്നതിനായിരിക്കും ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. ഇത് ഈസ് എ യൂണീക്ക് ഫ്രം ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. പ്രിവെയിലിംഗ് ഓൺലി ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് ദ ബിസിനസ് വിച്ച് ബിലോങ്സ് ടു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആൻഡ് ഈസ് ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് ഹിന്ദു ലോ. ഹിന്ദു ലോ അനുസരിച്ച് ഹിന്ദു ഫാമിലീസിൽ അവർ ഒരു പാരമ്പര്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു ബിസിനസ്സാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. അതും പാർട്ട്ണർഷിപ്പും തമ്മിൽ ഡിഫറെൻ്റ് ആണ്. ദെൻ എന്താണ് നമ്മൾ നോക്കുന്നത്? പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് അഗ്രിമെന്റ് മേ ബി ഓറൽ ഓർ ഇൻ റൈറ്റിംഗ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ആണ്. എഗ്രിമെന്റിനെയാണ് നമ്മൾ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇറ്റ് എന്താ പറയുക? ഇറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. ഒന്നെങ്കിൽ അത് ഓറൽ ആയിരിക്കാം അല്ലെങ്കിൽ റിട്ടൺ ഫോർമാറ്റിലായിരിക്കാം. ബട്ട് ഇൻ ഓർഡർ ടു അവോയ്ഡ് എനി ഡിസ്പ്യൂട്ട് വിത്ത് റിഗാർഡ് ടു ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ഡിസൈറബിൾ ടു ഹാവ് ഇൻ റൈറ്റിംഗ്. അതായത് ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർഷിപ്പ് ഡീൽ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ഫോർമാറ്റിലുള്ളതാണ്. കാരണം ഈ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടോ കാര്യങ്ങളോ മുന്നോട്ട് ഉണ്ടാവാൻ എന്തെങ്കിലും വാക്കുതർക്കം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പം റിട്ടൺ ഫോർമാറ്റിലുള്ള പാർട്ട്ണർഷിപ്പ് ഡീൽ ആയിരിക്കും കുറച്ചുകൂടി വാല്യുബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവർ അതിന് മുന്നേ അതിൽ അഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടൊരു ഡീഡ് വെക്കുമ്പോൾ അവർക്ക് അതിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അഗ്രിമെന്റിൽ അല്ലെങ്കിൽ ആ ഡീഡിൽ പറഞ്ഞ കണ്ടീഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ് ഇതിൽ പറയുന്നത്? പാർട്ട്ണർഷിപ്പ് ഡീഡ് യൂഷ്വലി കവേഴ്സ് ദ ഫോളോയിങ്. ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങളുണ്ട്. അത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ആ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യം ഉണ്ടായിരിക്കണം? ഫസ്റ്റ് വൺ, നെയിം ഓഫ് ദ ഫേം. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് ആ ഫേമിൻ്റെ നെയിം എന്താണെന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിരിക്കുക. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവരുടെ പേരും അവരുടെ അഡ്രസ്സും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നേച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്. എന്താണോ നമ്മൾ നടത്തുന്ന ബിസിനസ്, ആ ബിസിനസ്സിൻ്റെ നേച്ചർ എന്താണെന്നും അതിൻ്റെ എവിടെയാണോ നമ്മൾ നടത്തുന്നതും ആ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. എന്നാണോ പാർട്ട്ണർഷിപ്പ് കമൻസ് ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ്. ദെൻ ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. എത്ര ഡ്യൂറേഷനിലേക്ക് വേണ്ടിയിട്ടാണ് പാർട്ട്ണർഷിപ്പ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ദെൻ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ഈച്ച് പാർട്ട്ണർ. അതായത് ഓരോ പാർട്ട്ണർ എത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. മാനേജ്മെൻറ്റ് ഓഫ് ഫേംസ് ബിസിനസ്. അതായത് ആ ബിസിനസ് ഫേംസിൻ്റെ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൃത്യം അതെന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കുക. റേഷ്യോ ഓഫ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ദെൻ ഇൻട്രസ്റ്റ് ഇഫ് എനി ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ്. Then interest on loan advanced by a partner to the firm. Then salary, commission, etc. if payable to any partner. Then the safe custody of books and other documents. Mode of auditor's appointment. Rules to be followed in case of admission, retirement, death, etc. of the partner. Method of settling disputes among partners. Settlement of accounts on dissolution of the firm. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തുണ്ടായിരിക്കണം? ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ യൂഷ്വലി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ചുരുക്കി പറഞ്ഞ ആ ഫേം എങ്ങനെയാണോ റൺ ചെയ്യുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആയിരിക്കണം എന്ത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ദെൻ രജിസ്ട്രേഷൻ. ഒരു പാർട്ട്ണർഷിപ്പ് എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. രജിസ്ട്രേഷൻ മീൻസ് ഗെറ്റിംഗ് ദ പാർട്ട്ണർഷിപ്പ് രജിസ്റ്റേർഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് ഫേംസ് ഓഫ് the area which the place of business the firm situated or purpose to be situated. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് എപ്പോഴും എന്തൊരു പാർട്ട്ണർഷിപ്പ് അണ്ടർ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം പാർട്ട്ണർഷിപ്പ് ഫേം എപ്പോഴും എന്തായിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ്. എന്തായാലും അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിൻ്റെ ഏരിയ, അതിൻ്റെ പ്ലേസ്, നേച്ചർ ഓഫ് ബിസിനസ്, അതെന്താണോ അതിൻ്റെ ഫോം, കാര്യങ്ങളുടെ നെയിം, അതൊക്കെ പാർട്ട്ണർഷിപ്പ് ആക്ട് അണ്ടർ ദ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം ഇറ്റ്സ് കമ്പൽസറി ആണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. അതേപോലെ എന്താണ്? it is only the evidence of existence of partnership and the facts
അതായത് പാർട്ട്ണർഷിപ്പ് നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ആക്റ്റിലാണ്, പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമായിരിക്കണം പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ദെൻ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ദ നെയിം ഓഫ് ദ ഫേം. നമ്മളിപ്പം അത്രയും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു രജിസ്ട്രേഷനിൽ നമ്മൾ എന്തൊക്കെ ഒരു പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ എന്താണ്? നെയിം ഓഫ് ദ ഫേം. സെക്കൻഡ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ദ ഫേം. എവിടെയാണോ ആ ഫേം ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രിൻസിപ്പൽ ഏരിയ എവിടെയാണ്, പ്രിൻസിപ്പൽ പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കുക. ദ നെയിംസ് ഓഫ് ദ അതർ പ്ലേസസ് വേർ ദ ബിസിനസ് ക്യാരീസ്. പിന്നെ അതേപോലെ ആ ബിസിനസ് അതിൻ്റെ സബ് ബിസിനസ് ആയിട്ട് വേറെ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. ദ ഡേറ്റ് വെൻ ഈച്ച് പാർട്ട്നേഴ്സ് ജോയിൻ ടു ദ ഫേം. ദെൻ ദ നെയിം ഈസ് ഫുൾ ആൻഡ് പെർമനൻറ്റ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ്. ദെൻ ദ ഡ്യൂറേഷൻ ഓഫ് ദ ഫേം. അപ്പം എന്തൊക്കെയാണോ അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണോ അതും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പാർട്ട്ണർഷിപ്പിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ അത്രയും കാര്യങ്ങളാണ്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണെന്ന്, അതായത് ഒരു കാലയളവ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പറഞ്ഞല്ലോ. ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് 2 ടൈപ്സ് ഉണ്ട്. അതായത് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ, ദെൻ പാർട്ട്ണർഷിപ്പ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. അതായത് ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് 2 ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലും പാർട്ട്ണർഷിപ്പ് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. 2 ടൈപ്സ് ആണുള്ളത്. പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എന്താണ്? Where there is no provision in partnership agreement for duration of partnership, the partnership is called partnership at will. അതായത് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര കാലയളവിലേക്ക് ഉണ്ടാവില്ല. അതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പാർട്ട്നേഴ്സിന് അവരുടെ ഇഷ്ടപ്രകാരം ടെർമിനേറ്റ് ചെയ്ത് പോവാം ഈ പാർട്ട്ണർഷിപ്പ് എന്ന്. അങ്ങനത്തെ പാർട്ട്ണർഷിപ്പിനെയാണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ in such a situation the partners are free to terminate their relationship at will simply by giving a notice to effect. അതായത് ഒരു ചെറിയ നോട്ടീസ് എന്തെങ്കിലും കൊടുത്തിട്ട് അതിൽ പാർട്ട്നേഴ്സിന് അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടെർമിനേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലിലാണെങ്കിൽ. ദെൻ പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് രണ്ടാമത്തതാണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു നിശ്ചിത സമയം വരെ ആ പാർട്ട്ണർഷിപ്പ് ഫോം അങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കണം. അവിടെ എന്താണ് അത്തരം പാർട്ട്ണർഷിപ്പിനെയാണ് ഒരു സ്പെസിഫിക് ഒരു പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ആ പാർട്ട്ണർഷിപ്പ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത്രയും ഡ്യൂറേഷൻ വരെ ആ പാർട്ട്ണർഷിപ്പിൽ അതിൻ്റെ ഇടയ്ക്ക് അവർക്കൊരു നോട്ടീസ് കൊടുത്ത് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ടെർമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പാർട്ട്ണർഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറഞ്ഞാൽ അവരെ കൺസെൻറ്റ് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് എപ്പോഴാണോ എന്ന് വെച്ചാൽ ആ ജസ്റ്റ് ഒരു നോട്ടീസ് നൽകിയിട്ട് ആ പാർട്ട്ണർഷിപ്പിനെ ടെർമിനേറ്റ് ചെയ്ത് പാർട്ട്നേഴ്സിന് പോവാം. പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ടാവും. ആ പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതായത് വെൻ എ പാർട്ട്ണർഷിപ്പ് ഈസ് ഫോംഡ് ഫോർ എ സ്പെസിഫിക് വെഞ്ചർ ഓർ എ പെർട്ടിക്കുലർ പീരീഡ് ഇറ്റ് ഈസ് കോൾഡ് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. ഓക്കെ, such partnership automatically comes to the end of the completion of venture of the expiry of the period. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരു വെഞ്ചറിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ വെഞ്ചറിൻ്റെ കംപ്ലീഷൻ ആവുന്നത് വരെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പയറി പീരീഡ് ആവുന്നത് വരെയോ ആ പാർട്ട്ണർഷിപ്പിനെ ആ പാർട്ട്നേഴ്സ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നടത്തുകയാണ് ചെയ്യുന്നത്.